വിദ്യാർത്ഥികളെ, വ്യത്യസ്ത പാർട്ടുകളും അവയുടെ ഫംഗ്ഷനുകളുമുള്ള ബാൻഡ് സോ മെഷീൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക എന്ന വിഷയത്തിലേക്ക് സ്വാഗതം. ഈ എക്സസൈസിന്റെ അവസാനം നിങ്ങൾക്ക് കഴിയും ബാൻഡ് സോ മെഷീൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ, ബാൻഡ് സോ മെഷീന്റെ പാർട്ടുകൾ തിരിച്ചറിയാൻ, ബാൻഡ് സോ മെഷീന്റെ ഫംഗ്ഷനുകളും. ബാൻഡ് സോ മെഷീൻ. പ്രോസസ്. ഇൻസ്ട്രക്ടർ ബാൻഡ് സോ മെഷീന്റെ എല്ലാ ഭാഗങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും വിദ്യാർത്ഥികൾക്ക് പ്രദർശിപ്പിക്കുകയും വിവരിക്കുകയും വേണം. വിവിധ ഭാഗങ്ങളും അവയുടെ പ്രവർത്തനങ്ങളുമുള്ള ബാൻഡ് സോ മെഷീൻ പ്രദർശിപ്പിക്കുക. അടിസ്ഥാനം. ബാൻഡ് സോയുടെ അടിസ്ഥാനം ഒരു ദൃഢമായ, പലപ്പോഴും കാസ്റ്റ് ഇരുമ്പ് പ്ലാറ്റ്ഫോമാണ്. അത് മുഴുവൻ മെഷീനെയും പിന്തുണയ്ക്കുന്നു. പ്രവർത്തന സമയത്ത് ഇത് സ്ഥിരതയും കാഠിന്യവും നൽകുന്നു. ഫ്രെയിം. ബാൻഡ് സോയുടെ പ്രധാന ഘടനയാണ് ഫ്രെയിം. സാധാരണയായി വെൽഡഡ് സ്റ്റീൽ അല്ലെങ്കിൽ കാസ്റ്റ് ഇരുമ്പുകൊണ്ട് നിർമ്മിച്ചതാണ്. ഇത് മെഷീന്റെ എല്ലാ ചലിക്കുന്ന ഭാഗങ്ങളും ഉൾക്കൊള്ളുന്നു, കൂടാതെ കട്ടിംഗ് പ്രക്രിയയ്ക്ക് പിന്തുണ നൽകുന്നു. വർക്ക് ടേബിൾ. മുറിക്കേണ്ട വസ്തുക്കൾ സ്ഥാപിച്ചിരിക്കുന്ന പരന്ന പ്രതലമാണ് വർക്ക് ടേബിൾ. കോണാകൃതിയിലുള്ള മുറിവുകൾ ഉൾക്കൊള്ളാൻ ഇത് സാധാരണയായി ചരിഞ്ഞേക്കാം. ബ്ലേഡ്. രണ്ടോ അതിലധികമോ ചക്രങ്ങൾ ചുറ്റും ഓടുന്ന ടൂത്ത്ഡ് ലോഹത്തിന്റെ തുടർച്ചയായ ലൂപ്പാണ് ബ്ലേഡ്. ബാൻഡ് സോയുടെ പ്രാഥമിക കട്ടിംഗ് ഉപകരണമാണിത്. മുറിക്കുന്ന മെറ്റീരിയലിനെ ആശ്രയിച്ച് ബ്ലേഡിന്റെ വ്യത്യസ്ത കോൺഫിഗറേഷനുകളിൽ വരുന്നു. ബ്ലേഡ് ഗൈഡുകൾ. ബ്ലേഡ് ഗൈഡുകൾ ബ്ലേഡിനെ പിന്തുണയ്ക്കുന്ന ബെയറിങ്ങുകളോ റോളറുകളോ ആണ്. കട്ടിംഗ് സമയത്ത് അതിനെ വിന്യസിക്കുകയും സ്ഥിരത നിലനിർത്തുകയും ചെയ്യുന്നു. സാധാരണയായി മുകളിലും താഴെയുമുള്ള ബ്ലേഡ് ഗൈഡുകൾ ഉണ്ട്. വീൽസ്. ബാൻഡ് സോകൾക്ക് രണ്ടോ അതിലധികമോ ചക്രങ്ങളുണ്ട്. സാധാരണയായി ലോഹമോ റബ്ബറോ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. അതിന് ചുറ്റും ബ്ലേഡ് കറങ്ങുന്നു. ഒരു ചക്രം ഒരു മോട്ടോർ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്, മറ്റൊന്ന് നിഷ്ക്രിയമാണ്. മോട്ടോർ. ബ്ലേഡ് ഓടിക്കാൻ ആവശ്യമായ പവർ മോട്ടോർ നൽകുന്നു. ഇത് മേശയുടെ താഴെയോ ഫ്രെയിമിന്റെ മുകളിലോ സ്ഥാപിക്കാവുന്നതാണ്. ടെൻഷനിങ് മെക്കാനിസം. ടെൻഷനിങ് മെക്കാനിസം ബ്ലേഡിന്റെ പിരിമുറുക്കം ക്രമീകരിക്കുന്നു. കൃത്യമായ മുറിവുകൾ നേടുന്നതിനും ബ്ലേഡിന്റെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിനും ശരിയായ ടെൻഷനിങ് നിർബന്ധമാണ്. ഫീഡ് സിസ്റ്റം. ഫീഡ് സിസ്റ്റം ബ്ലേഡിലേക്ക് മെറ്റീരിയൽ നൽകുന്ന നിരക്ക് നിയന്ത്രിക്കുന്നു. ഇത് മാനുവൽ ആകാം. അവിടെ ഓപ്പറേറ്റർ മെറ്റീരിയൽ കൈകൊണ്ട് ഫീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ കൂടുതൽ നൂതന മോഡലുകൾ സ്വയമേവ. ഗൈഡ് ഫെൻസ് എന്നത് ഒരു ബാർ അല്ലെങ്കിൽ റെയിലാണ്. അത് മുറിക്കുമ്പോൾ മെറ്റീരിയൽ നേരെയാക്കാനും കൃത്യതയും സ്ഥിരതയും ഉറപ്പാക്കാനും സഹായിക്കുന്നു. അഡ്ജസ്റ്റ്മെന്റ് നിയന്ത്രണങ്ങൾ. ജോലിയുടെ ആവശ്യകതകൾക്കനുസരിച്ച് ബ്ലേഡ് വേഗത, ബ്ലേഡ് ആംഗിൾ, കട്ടിംഗ് ഡെപ്ത് തുടങ്ങിയ വിവിധ പാരാമീറ്ററുകൾ ക്രമീകരിക്കാൻ ഈ നിയന്ത്രണങ്ങൾ ഓപ്പറേറ്റർമാരെ അനുവദിക്കുന്നു. സുരക്ഷാ ഫീച്ചറുകൾ. സുരക്ഷിതമായ പ്രവർത്തനം ഉറപ്പാക്കാൻ ബ്ലേഡ് ഗാർഡുകൾ, എമർജൻസി സ്റ്റോപ്പ് ബട്ടണുകൾ, ബ്ലേഡ് ടെൻഷൻ ഇൻഡിക്കേറ്ററുകൾ തുടങ്ങിയ വിവിധ സുരക്ഷാ ഫീച്ചറുകൾ ബാൻഡ് സോകളിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ബാൻഡ് സോ മെഷീന്റെ എല്ലാ ഭാഗങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും ട്രെയിനികൾ രേഖപ്പെടുത്തും. ഇത് പട്ടിക 1 രേഖപ്പെടുത്തുക. ഇൻസ്ട്രക്ടർ അത് പരിശോധിക്കുക. ഈ വീഡിയോയിൽ നമ്മൾ വിവിധ പാർട്ടുകളുള്ള ബാൻഡ് സോ മെഷീനെ കുറിച്ചും അവയുടെ ഫംഗ്ഷനുകളെ കുറിച്ചും പഠിച്ചു.